ഹായ് ഹലോ എല്ലാവർക്കും സ്വാഗതം കാഡെക്സിയുടെ യൂട്യൂബ് ചാനലിലേക്ക്. ഓട്ടോ കാഡ് ട്യൂട്ടോറിയൽ സീരീസിലെ 19ാമത്തെ വീഡിയോ ആണിത്. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡോർ ക്രിയേഷൻ ആണ്. സിമ്പിളായിട്ട് എങ്ങനെ ഡോർ ക്രിയേഷൻ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടി നമ്മളിവിടെ മെയിൻ ഡോർ തന്നെ ഒന്ന് എടുക്കാം. മെയിൻ ഡോറിന്റെ അളവ് ഞാൻ കൊടുത്തത് നീളം എന്ന് പറയുന്നത് 110 സെന്റിമീറ്റർ ആണ്. അപ്പോൾ RAY അഥവാ റേ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. ഓർത്ത് ഓണാക്കി ലൈൻ പ്രൊജക്ട് ചെയ്യാം. ഈ ഒരു ഡോറിന്റെ ഹൈറ്റ്, അതായത് ഇവിടം മുതൽ ഇവിടം വരെ വരുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് 210 സെന്റിമീറ്റർ ആണ്. സോ ഒരു റെക്റ്റാങ്കിൾ എടുത്തിട്ട് ഈ കോർണർ മുതൽ ഈ കോർണർ വരെ വരക്കുക. ഈ പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ലൈന് ഡിലീറ്റ് ചെയ്യാം. ഇവിടെ തന്നെ ഡോർ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, കോപ്പി എടുക്കുക, ഇവിടെ ഇങ്ങോട്ട് ചെയ്യാം. ദെൻ ഓഫ്സെറ്റ് എടുക്കുക. കട്ടിലയുടെ തിക്നെസ് 8 സെന്റിമീറ്റർ ഉള്ളിലേക്ക് കൊടുക്കുകയാണ്. ദെൻ ഡോർ അഥവാ ലീഫിന്റെ ഒരു തിക്നെസ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് 15 സെന്റിമീറ്റർ ആണ്. റെഡി. ദെൻ ഇവിടെ ചെറിയൊരു കുഴി പോലെ ഒരു ഭാഗമുണ്ട്, അതിന് ഞാൻ കൊടുക്കുന്നത് ഒരു 2 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കും. ഓക്കെ. അപ്പൊ കട്ടില, ദെൻ ഡിസൈൻ വന്നു, പിന്നെ എന്ത് വന്നു, ഒരു കുഴി വന്നു. ദെൻ ഇവിടെ ഉണ്ട് ഇങ്ങനെ ഒരു പോർഷൻ ഉള്ളത്. പ്ലെയിൻ ആയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ വിടാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലൈനൊക്കെ എടുത്ത് ഇങ്ങനെ വരക്കാം. അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസൈൻ ചെയ്യാം. ഡിവൈഡ് ചെയ്യുന്ന പോലെ ലൈനൊക്കെ ഇട്ട് ഡിസൈൻ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാന്നറിയോ, ലൈൻ ഇട്ടിട്ട് ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ കൊടുക്കുന്നു, ഇവിടെ ഇങ്ങനെയും കൊടുക്കുന്നു. ഓക്കെ. ഇത് മൊത്തത്തിൽ ചെയ്യുന്നില്ല, പകരം കുറച്ചും ഇങ്ങോട്ട് സ്ട്രെച്ച് ചെയ്ത് വലിച്ചിട്ടു. റെഡി അല്ലേ? എന്നിട്ട് ഓഫ്സെറ്റ് ചെയ്യാണ്. ഞാനൊരു 2 സെന്റിമീറ്റർ മുകളിലേക്ക് കൊടുത്തു, 2 സെന്റിമീറ്റർ ഇങ്ങോട്ട്, 2 സെന്റിമീറ്റർ ഇങ്ങോട്ട്. ക്ലിയർ. ട്രിം ചെയ്യുക. ലൈൻ ഇടുക. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നല്ല, സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ചെയ്യാം. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? ഈ രീതിയിൽ ചെയ്യാം. നമ്മൾ ഹാച്ച് എടുക്കുക. ഇവിടെ സോളിഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. ഡോറിന്റെ കളർ ഒരു ബ്രൗൺ രീതിയിലാണ് വരുന്നത് എന്നുള്ളതുകൊണ്ട് ബ്രൗൺ എടുക്കുക. ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ. ഈ ഒരു കട്ടിലേക്ക് ലേശം കളർ വ്യത്യാസം വരുത്താം. ഈ രീതിയിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. ഇതിന്റെ ലോക്കാണ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയതായിട്ട് വരക്കണ്ട, വലുതായിട്ട് വരച്ചിട്ട് സ്കെയിൽ ചെയ്താൽ മതി. ഞാനൊരു റെക്റ്റാങ്കിൾ എടുക്കുകയാണ് ഇവിടെ. ഇതിന് അളവില്ലേ, അളവൊക്കെ കൊടുത്തിട്ട് നമുക്ക് വരക്കാം. ഞാൻ ജസ്റ്റ് ഒരു ഡിസൈനാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. ഓക്കെ. എങ്ങനെ ഇത് സിമ്പിൾ ആയിട്ട് വരച്ചെടുക്കുക എന്നുള്ളത് ഞാൻ വരച്ചു. ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു സർക്കിൾ എടുക്കുകയാണ്. ഇവിടുന്ന് ഒരു ആർക്ക് എടുത്ത് ഇങ്ങനെ വരച്ചു. ഇനി ഇവിടുന്ന് ഒരു ആർക്ക് എടുത്തു, ഇങ്ങനെ വരച്ചു. വീണ്ടും ആർക്ക് എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ കണക്ട് ചെയ്യുന്നു. നോക്കിയേ, ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ആർക്ക് എടുത്തിട്ട് ഫസ്റ്റ് പോയിന്റ് ഇവിടെ, സെക്കൻഡ് പോയിന്റ് ഇവിടെ, തേർഡ് പോയിന്റ് ഇവിടെ കൊടുത്തിട്ട് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കൺട്രോൾ പോയിന്റ് കൊടുത്ത് സെറ്റ് ആക്കാം. റെഡി. ഈ ഭാഗം മുന്നോട്ട് ഉയർന്നു നിൽക്കുന്ന ഭാഗമായതുകൊണ്ട് ഈസി അല്ലേ? എങ്ങനെ വേണം ചെയ്യാം. വീണ്ടും ഒരു ആർക്ക് എടുത്ത് ഇത് ഫില്ലറ്റ് ഒക്കെ ചെയ്യാം കേട്ടോ. ഞാൻ സിമ്പിൾ ആയിട്ട് കാണിക്കുന്നതാണ് ഇങ്ങനെ ഒരു ഡിസൈൻ. നിങ്ങൾക്ക് എന്ത് രീതിയിലും നിങ്ങൾ കഴിവ് വെച്ച് മനോഹരമാക്കുക എന്നുള്ളതാണ്. ക്ലിയർ. ഇവിടെ ഇതിനെന്താക്കുക, നമുക്ക് സിംഗിൾ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യാം. ഓക്കെ. ബ്ലോക്ക് ചെയ്യുന്ന നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ബി ടൈപ്പ് ചെയ്യുന്നു. ബ്ലോക്കിന്റെ പേര് ലോക്ക്, അല്ലെങ്കിൽ പോട്ടെ ഹാൻഡിൽ, ഹാൻഡിൽ എന്ന് കൊടുക്കുക. ഓക്കെ. പവർ ഹാൻഡിലിനോ ഹാൻഡിലിനോ ഒക്കെ കൊടുക്കുക. എന്താണ് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു പേര്, അത് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. അപ്പൊ സിംഗിൾ ആയില്ലേ?
സെലക്ഷൻ സിംഗിളായി. ക്ലിയർ. SC അഥവാ സ്കെയില് മൊത്തം സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്യുക. എടുക്കുക. റെഫറൻസ് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ട് ഇതിൽ 2 പോയിന്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മാനുവലി ഇങ്ങനെ ചെറുതാക്കി കൊടുക്കുക. അപ്പൊ ശ്രദ്ധിക്കേണ്ടത്, എനിക്ക് ഇവിടെയാണ് ഹാൻഡിൽ വെക്കേണ്ടത്. അപ്പൊ ഇങ്ങോട്ടല്ല, ഈ സൈഡ് ഇവിടെ വരരുത്, നേരെ തിരിഞ്ഞിട്ടല്ലേ വരേണ്ടത്. അതായത് ഇത് തിരിഞ്ഞാ വരേണ്ടത്. അപ്പൊ നമ്മൾ മിറർ ചെയ്താൽ മതി. MI ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക, കൊടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഇങ്ങോട്ട് കൊടുക്കുക. അപ്പൊ ഇവിടെ എനിക്കിപ്പോ രണ്ടും കിട്ടുമല്ലോ. ഇതും കിട്ടും, ഒറിജിനലും കിട്ടും, ഡ്യൂപ്ലിക്കേറ്റും കിട്ടും. അപ്പോ എനിക്ക് ഒറിജിനൽ വേണ്ടാന്നുണ്ടെങ്കിൽ ഇറേസ് സോഴ്സ് ഒബ്ജക്റ്റിൽ എസ് കൊടുത്താൽ മതി. ഓക്കെ, മൂവ് ചെയ്ത് വെക്കുക. ഈസി അല്ലേ? ഓർത്ത് ഓഫ് ആക്കിയിട്ട് എവിടെയാ വേണ്ടത് വെച്ചാൽ അവിടെ കൊണ്ടുപോയി വെക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഹാച്ചൊക്കെ ഗ്രേഡിന്റെ ഒക്കെ അല്ലെങ്കിൽ സോൾഡ് ഒക്കെ ലാസ്റ്റ് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് മനസ്സിലാക്കുക. ഇവിടെ വെക്കുമ്പോൾ ഒരു പ്രശ്നം കണ്ടോ, ഇങ്ങനൊരു സംഭവം ഉണ്ട്. ഓക്കെ, അപ്പോ നിങ്ങൾ എന്ത് ചെയ്യാം, ഞാനിവിടെ ട്രിം ചെയ്യാൻ പോവാണ്. ട്രിം ചെയ്തു. ക്ലിയർ അല്ലേ? ശേഷം, അതായത് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പറഞ്ഞോളൂ, എന്ത് ചെയ്താൽ മതി, സോളിഡ് ഒക്കെ ചെയ്താൽ മതി. അതായത് കളറിങ് ചെയ്താൽ മതി എന്നർത്ഥം. ഈസി അല്ലേ? എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാം. ഇത് എന്റേതായ രീതിയിൽ ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, ഭയങ്കര പെർഫെക്റ്റ് ഒന്നും ഞാൻ പറയുന്നില്ല, എങ്കിലും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആരെയും ആശ്രയിക്കാതെ സ്വന്തമായി ഡ്രോറൊക്കെ ഡിസൈൻ ചെയ്തെടുക്കാം. ബ്ലോക്കുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ക്രിയേഷൻ എപ്പോഴും നമ്മുടെ ക്രിയേഷൻ തന്നെയാണ്. നമ്മുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിക്കണമെങ്കിൽ നമ്മൾ ഇത് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, അപ്പോ ബ്ലോക്കുകളൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ടെങ്കിലും ഞാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ വരച്ചിട്ടാണ് പിള്ളേർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാറ്. ഓക്കെ, അപ്പോൾ അവരുടെ സ്കില്ല് കൂടും. ആ രീതിയിലായിരിക്കും നമ്മുടെ ട്രെയിനിങ് കൂടുതലും വരുന്നത്. എല്ലാം അങ്ങനെയാണെന്നല്ല, മീൻസ് ഫർണിച്ചറുകൾ ഒരുവിധമെല്ലാം ഞാൻ വരച്ചു കൊടുക്കാറുണ്ട്. ഓക്കെ, പിന്നെ ചില സാഹചര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അത് പെട്ടെന്നൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ബ്ലോക്കുകളുടെ ആവശ്യം വരും. നമുക്ക് ടൈം എടുത്ത് ചെയ്യേണ്ടതാണെങ്കിൽ സ്റ്റുഡൻസിനൊക്കെ ഞാൻ എന്ത് ചെയ്ത് കൊടുക്കും, വരച്ച് ചെയ്യുന്നതും കൂടെ ഞാൻ സ്വാഭാവികമായിട്ടും അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. നന്നായിട്ട് നിങ്ങൾ വരച്ചിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുമെന്ന് പറഞ്ഞ് ഓരോരോ മോഡൽ എടുത്തിട്ട് അവർക്ക് വരച്ച് കാണിച്ചു കൊടുത്ത് അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. അപ്പൊ ആ രീതിയിലായിരിക്കും നമ്മളെ സ്റ്റുഡൻസ് ഒക്കെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അതോടൊപ്പം തന്നെ ഈ ബ്ലോക്കുകളും പറഞ്ഞോളും. അപ്പൊ 2 രീതിയിലും അവർ സെറ്റ് ആവും. ഓക്കെ, ദെൻ എന്താണ് പറയാനുള്ളത്, ഇതിങ്ങനെ ഇവിടെ മൂവ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതാണ് അടുത്തത് പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് വീടിന് പെയിന്റ് അടിച്ചാലോ? നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മള് വൈറ്റ് പെയിന്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് വിചാരിക്കും. വൈറ്റ് പെയിന്റ് നമ്മൾ യൂസ് ചെയ്യുമ്പം നമ്മൾ ഈ ലൈൻസ് ഒക്കെ വൈറ്റ് ലൈൻ അല്ലേ, ഇപ്പൊ നമുക്ക് ഈ എഡ്ജുകൾ കാണൂല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, വേറെ ഏതെങ്കിലും പെയിന്റ് ആണെന്നും കുഴപ്പമില്ല, വൈറ്റ് ആണെങ്കിൽ പ്രശ്നമാണ്. അപ്പൊ നമുക്കിവിടെ വൈറ്റ് ആണ് മൊത്തത്തിൽ ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ ഇതിനെ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അത് ഈ എഡ്ജുകളൊക്കെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ പ്രോപ്പർട്ടി ഇല്ലേ, ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഗ്രേ കളറോ അങ്ങനെ എന്തെങ്കിലും കളറാക്കി മാറ്റാം. ഓക്കെ, ടൈപ്പ് ചെയ്യുക, സോളിഡിൽ വെള്ള കളർ എടുക്കുക, ബൈലെയർന്ന് കൊടുത്താൽ മതി. ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. 2 സ്ഥലത്ത് കൊടുത്ത് എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലൈൻ കാണുന്നുണ്ടോ, അത് ഗ്രേ കളർ ആക്കിയതുകൊണ്ടാണ്, വൈറ്റ് ആണ് കാണത്തില്ല. ഒന്ന് നോക്കി, ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇതാ കാണത്തില്ല, കണ്ടോ? അപ്പൊ അത് വൈറ്റ് അല്ലാതെ വേറെ കളറിനൊന്നും കുഴപ്പമില്ല, വൈറ്റ് കളർ കൊടുക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഓക്കെ, കാരണം ലൈൻ വൈറ്റ് ആണല്ലോ. അപ്പൊ വേറെ എന്തെങ്കിലും കളർ ആക്കി എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. ഇനി നമുക്ക് സോളിഡ് കൊടുത്ത് നോക്കിയേ. ഓക്കെ അല്ലേ? ഇവിടെ ഈ ഭാഗത്തൊക്കെ എന്ത് കൊടുക്കാം, ലൈറ്റ് ഗ്രേ പോലത്തെ ഒരു ഷേപ്പാണ് ഞാൻ കൊടുക്കുന്നത്. ശ്രദ്ധിക്കണം, ഇതിന്റെ ഒരു ക്ലോസ്ഡ് ഏരിയ കാണാത്തതുകൊണ്ടാണ്. മാക്സിമം സൂം ചെയ്യുക, സൂം ഔട്ട് ചെയ്യുക, എന്നിട്ട് കൊടുത്താൽ മതി, ക്ലിയർ ആയിക്കോളും.
സെറ്റ് അല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ഡിസൈൻ ഒക്കെ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ സേവ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിവിടെ കാണാത്ത കേട്ടോ. അതൊന്ന് ചെയ്ത് നോക്കണേ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാ. നമ്മളത് കമന്റ് സെക്ഷനിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാനത് എന്ത് ചെയ്യാം? ഒരു വീഡിയോ ആയിട്ട് ചെയ്തു തരാം. ഓക്കെ. ടൈം കിട്ടുമ്പോഴൊക്കെ ഞാൻ എന്ത് ചെയ്യാം? ആ കമന്റ് സെക്ഷൻ നോക്കിയിട്ട് അതിൻ്റെതായ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഒരിക്കലും വീഡിയോ ഞാൻ ചെയ്യാതിരിക്കില്ല. ഓക്കെ. നമ്മളെ സമയത്തിന്റെ ഇത് നോക്കിയിട്ട് ഞാനത് എന്തായാലും ചെയ്തു തരും. ഓക്കെ. അപ്പൊ ഇവിടെ അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് സിമ്പിൾ ആയിട്ടാണ് ഇത് ഒരു എലിവേഷൻ ചെയ്തെടുത്തത്. നാളത്തെ ക്ലാസ്സിൽ നമുക്ക് കുറച്ചും കൂടെ മോഡൽ, അതായത് സ്ലോപ്പ് റൂഫ് ഒക്കെ വന്നിട്ട് ആ രീതിയിലുള്ള ഒരു സംഭവങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ. നാളെ കൊണ്ട് നമുക്ക് എലിവേഷൻ തീർത്തെടുക്കാം. പിന്നെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ സെക്ഷൻ ആണ് ചെയ്യാനുള്ളത്. ഓക്കെ. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ മെക്കാനിക്കൽ ടോപ്പിക്കുകളും ഇലക്ട്രിക്കൽ ടോപ്പിക്കുകളും ഒക്കെ ഓട്ടോകാഡിന്റെ ഇതിനകത്ത് തന്നെ ഈ ഒരു സീരീസ് തന്നെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ ഉടനെ 3ds മാക്സ്, സ്കെച്ചപ്പ് അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. ശ്രദ്ധിക്കുക, നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും അവൈലബിൾ ആണ്. നിങ്ങളുടെ ടൈമിങ്ങിനനുസരിച്ച് നമ്മൾ ക്ലാസ്സുകൾ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ. അപ്പോ കോഴ്സ് പഠിക്കാൻ ഡീറ്റെയിൽ ആയിട്ട് ഫുൾ പക്ക പ്രൊഫഷണൽ രീതിയിൽ ഉള്ള കോഴ്സുകൾ പഠിക്കാൻ താല്പര്യമുള്ളവർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. കോൾ ചെയ്യോ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യോ ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എന്ത് ചെയ്യാം? നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള നിങ്ങൾക്ക് അനുയോജ്യമായ പാക്കേജുകൾ നമ്മുടെ അടുത്തുണ്ട്. ഓക്കെ. ഞങ്ങളത് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. പ്ലേസ്മെന്റും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് കോഴ്സ് പഠിപ്പിച്ച് വിടൽ മാത്രമല്ല, പ്ലേസ്മെന്റ് നമ്മൾ ചെയ്തു തരുന്നുണ്ട്. ഇപ്പോൾ പഠിപ്പിച്ച് ഒരു ജോലി കൂടെ നിങ്ങൾക്ക് വാങ്ങിത്തരും നമ്മൾ. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ. അപ്പോ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. അപ്പൊ ഇന്ന് ഇത്ര മാത്രം. താങ്ക് യു. അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.